മറ്റൊരു പ്രധാനപ്പെട്ട സർവേ ഫലമായി വന്നത് ഉത്തർപ്രദേശ് പോലെ 80 സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് ബിജെപിക്ക് ക്ലീൻ സ്വീപ്പ് എന്നുള്ളതാണ്. കാരണം സർവേയിൽ 77 സീറ്റുകൾ ബിജെപി സഖ്യം എൻഡിഎ സഖ്യം നേടും എന്നുള്ളതാണ് പ്രവചനം. ഇന്ത്യ സഖ്യം 2 സീറ്റുകളിൽ മാത്രമേ ജയിക്കൂ. 1 സീറ്റ് ബിഎസ്പിക്ക് ലഭിക്കുമെന്നും സർവേയിൽ പറയുന്നു. തമിഴ്നാട്ടിൽ ഡിഎംകെക്ക് സീറ്റ് കുറയും. 39 നിന്ന് 30 സീറ്റുകളിലാണ് ഡിഎംകെ സഖ്യത്തിന് കുറവുണ്ടാവുക. അതിൽ 5 സീറ്റുകൾ എൻഡിഎ സഖ്യം ജയിക്കും. കാരണം എൻഡിഎ അവിടെ വലിയ മൂവ്മെന്റ്സ് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്നുണ്ട്. അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശരത് കുമാറിന്റെ സഖ്യകക്ഷി പാർട്ടി അടക്കം ബിജെപി ലയിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കുകയും വേണം. 4ഇടത്ത് AIDMKയ്ക്ക് സാധ്യതയുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നു. ബീഹാറിലെ 40 സീറ്റിൽ 38 എൻഡിഎ നേടുമെന്നാണ് പ്രവചനം. 2 സീറ്റുകളിൽ മാത്രമായിരിക്കും ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കമുണ്ടാവുക. മധ്യപ്രദേശിലും സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. 29ൽ 28 സീറ്റിലും എൻഡിഎ ജയിക്കുമെന്നാണ് പ്രവചനം. ഇന്ത്യ മുന്നണിക്ക് 1 സീറ്റ് മാത്രമാണ് പ്രവചിക്കുന്നത്. ഹരിയാനയിൽ 10ൽ 10 എൻഡിഎ സ്വന്തമാക്കും. പഞ്ചാബിൽ 13 സീറ്റിൽ 7 കോൺഗ്രസ് പിടിക്കും. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും AAP ഇവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. അവർക്ക് 1 സീറ്റ് കിട്ടുമെന്നാണ് പ്രവചനം. എൻഡിഎ 3 സീറ്റും ശിരോമണി അകാലിദൾ 2 സീറ്റും നേടും. ഹിമാചൽ പ്രദേശ്, ഡൽഹി സംസ്ഥാനങ്ങൾ പൂർണ്ണമായും എൻഡിഎക്കൊപ്പമായിരിക്കും. 2ഇടത്തും ക്ലീൻ സ്വീപ്പാണ് പ്രവചിക്കുന്നത്. ഡൽഹിയിൽ 7ഉം ഹിമാചലിൽ 4 സീറ്റുകളും ഇന്ത്യ ജയിക്കും എന്നാണ് സർവേ ഫലം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തുവരുന്ന ഏറ്റവും വലിയ ഒരു സർവേ ഫലമാണ് ഇത്. അവശേഷിക്കുന്ന സംസ്ഥാനങ്ങളുടെ അഭിപ്രായ സർവേ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ ന്യൂസ് 18 പുറത്തുവിടും. അതായത് ഹിന്ദി ഹൃദയ ഭൂമിയിലെ സംസ്ഥാനങ്ങളടക്കം ആ റിസൾട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രേക്ഷകരോട് TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കും. സജിത്ത്, ഈ കേരളത്തിൽ ചർച്ചയായത് ഇന്നലെ നമ്മൾ ആ സർവേ ഫലം പുറത്തുവിട്ട സമയം മുതൽ ചർച്ചയായ പ്രധാനപ്പെട്ട കാര്യം എൻഡിഎയുടെ സീറ്റ് എണ്ണവുമായി ബന്ധപ്പെട്ടാണ്. 2 സീറ്റാണ് നമ്മൾ പ്രവചിക്കുന്നത്. അതിലൊന്ന് മധ്യ കേരളത്തിലും മറ്റൊന്ന് തെക്കൻ കേരളത്തിലും. അതിൽ സീറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോഴും അത് ഏത് തരത്തിലുള്ള ഒരു റിസൾട്ടാണ് അതിനുശേഷം സംഭവിച്ചത്? സോഷ്യൽ മീഡിയ അടക്കം വലിയ ചർച്ചയാണ് നമ്മുടെ സർവേ ഫലം. രജിത്ത്, തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എൻഡിഎക്ക് 2 സീറ്റ് പ്രവചിച്ചത് ഈ സർവേ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്ന ഒരു ചോദ്യം. സ്വാഭാവികമാണ്, സംസ്ഥാനത്തെ 2 മേഖലകൾ, അത് തെക്കൻ കേരളവും മറ്റൊന്ന് മധ്യ കേരളവുമാണ് നമ്മുടെ സർവേ ഫലത്തിൽ പ്രതിഫലിക്കുന്ന 2 ഇടങ്ങൾ. അവിടെ BJPക്ക് സാധ്യതയാണ് പറയുന്നത്. നിലവിൽ ഈ സർവേ പൂർത്തിയാക്കുന്ന കാലയളവിലുണ്ടാകുന്ന ജനങ്ങളുടെ അഭിപ്രായമാണ് ഈ സർവേ ഫലത്തിൽ കടന്നു വന്ന ഘടകമായി മാറുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ചിത്രം ഇതിൻ്റെ അകത്തുണ്ടാവുന്നത്. മധ്യ കേരളത്തിലെ സീറ്റ് നില 1 സീറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് തൃശ്ശൂരാണോ ആ സാധ്യത എന്ന ചോദ്യം ഉണ്ടാവും. പക്ഷേ നമ്മുടെ സർവേയിൽ അത് കൃത്യം ഏത് സീറ്റ് എന്ന ഒരു പ്രവചനത്തിലേക്ക് പോകുന്നില്ല. കേരളത്തിൽ കൂടുതൽ BJP പ്രതീക്ഷ അർപ്പിക്കുന്നതും BJPയുടെ A ക്ലാസ് മണ്ഡലവും തൃശ്ശൂരാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തൃശ്ശൂർ എന്ന ഒരു പരിഗണന തന്നെ നമുക്കും അതിലെടുക്കേണ്ടി വരും. തെക്കൻ കേരളത്തിലെ സീറ്റിന്റെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരമുണ്ട്, ആറ്റിങ്ങലുണ്ട്. ആ 2 സാധ്യതകൾ സ്വാഭാവികമായും A ക്ലാസ് മണ്ഡലമാണ്. അതെ, പത്തനംതിട്ട. പക്ഷേ ഇനി പത്തനംതിട്ട മധ്യകേരളത്തിന്റെ പട്ടികയിൽ നമുക്ക് എന്തായാലും പത്തനംതിട്ട പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത്തരമൊരു സാഹചര്യമുണ്ട് അതിൻ്റെ അകത്ത്. ഏതായാലും ഈ ഫലം അത് വലിയ ചർച്ചയായിട്ടുണ്ട്. പല കോളുകൾ രാവിലെ പല നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നു. നിങ്ങൾ കുറച്ചൊന്ന് കടത്തി പ്രവചിച്ചതാണോ? നമ്മൾ ശരിക്കും ഈ മത്സരത്തിന്റെ ഇപ്പോഴത്തെ ചിത്രം പരിശോധിച്ചാൽ BJP ഒട്ടും ഗൗരവം കുറച്ചല്ല ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. കാരണം ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് അവതരിപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമാണ്. അതനുസരിച്ചുള്ള പോരാട്ടവും മണ്ഡലങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായാലും ഈ പറഞ്ഞ തൃശ്ശൂരായാലും ഒക്കെ അതൊരു പക്ഷേ ഗുണം ചെയ്തേക്കാം അവർക്ക്. തീർച്ചയായും എനിക്ക് തോന്നുന്നു BJP ഇത്തവണ ഏറ്റവും അധികം ശ്രദ്ധ വയ്ക്കുന്ന ഇടം കേരളത്തിലെ ശ്രദ്ധ വയ്ക്കുന്ന ഇടങ്ങളിലെല്ലാം വലിയ മത്സരത്തിന് തന്നെ അവർ ഒരുങ്ങുന്നുണ്ട്. തിരുവനന്തപുരത്തെ ചിത്രം നമ്മൾ കണ്ടതാണ്. ആറ്റിങ്ങൽ സമാനമായ ചിത്രമുണ്ട്. പത്തനംതിട്ട നാളെ പ്രധാനമന്ത്രി വരികയാണ്. സ്വാഭാവികമായും ഈ സർവേക്ക് ശേഷം, നമ്മൾ സർവേ എടുത്ത കാലയളവിന് ശേഷം ഒരു പക്ഷേ മാറാൻ സാധ്യതയുള്ള തരംഗങ്ങളിൽ ഒന്ന് പ്രധാനമന്ത്രിയുടെ വരവും തുടർന്നുള്ള നീക്കങ്ങളും ഒക്കെ ആവാം. അത് സ്വാഭാവികമായും പ്രതിഫലിച്ചേക്കാം. മറ്റൊന്ന് സൈത്ത്, ഈ 14-4 എന്നുള്ള ഒരു കണക്കുണ്ട്. അതായത് 19 സീറ്റാണ് കഴിഞ്ഞ തവണ UDFന് കിട്ടിയത്. അപ്പൊ നഷ്ടം സംഭവിക്കുന്നത് UDFനാണ്. 4 സീറ്റുകൾ നേടിയാൽ LDFന് നേട്ടമാണ് ഈ പുതിയ സാഹചര്യത്തിൽ. അതെ, ഈ 14-4 എന്ന കണക്കിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, UDFന് 3ഇടത്തെങ്കിലും സിറ്റിംഗ് സീറ്റിൽ നഷ്ടമുണ്ടാകുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ആ നഷ്ടം എന്ന് പറയുന്നത് ഇടതുമുന്നണി ആലപ്പുഴ നിലനിർത്തുമോ, അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുമോ, അതല്ല പുതിയ ഇടങ്ങളിലേക്കാണ് അവർ 4ഇടത്തേക്ക് കടന്നു വരുന്നത്? അങ്ങനെ ചോദ്യങ്ങൾ പലതുണ്ട്. ഇതിൽ ഈ 4 ഇടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സർവേ ഫലത്തെ ചർച്ചയാക്കാൻ പോകുന്നത് ഇടതുമുന്നണി അങ്ങനെയെങ്കിൽ പുതിയതായി നേടുന്ന സീറ്റുകൾ ഏത് എന്നൊക്കെയാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ട
ആലത്തൂർ കഴിഞ്ഞ തവണ ഏറ്റവും അധികം ഇടതുമുന്നണിക്ക് അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന ആലത്തൂർ, അവിടേക്ക് CPM തിരിച്ചു വരുമോ? കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നു, അവിടേക്ക് തിരിച്ചു വരുമോ? വടകരയിലെ ശ്രദ്ധേയമായ പോരാട്ടമുണ്ട്. അപ്പം ഇങ്ങനെ അവർ പുതിയതായി സീറ്റ് നേടാൻ പോകുന്ന സ്ഥലങ്ങൾ ഏതായെന്ന ഒരു ആകാംക്ഷ സ്വാഭാവികമായും നമ്മുടെ ഈ സർവേ ഫലം പുറത്തു വന്നതിന് ശേഷം, അതായത് വടകരയിൽ KK ശൈലജയെ പോലെ വലിയ ഒരു നേതാവിനെ മത്സരിപ്പിക്കുന്നു. അവിടെ എതിരാളി ഷാഫിയും ചെറിയ ആളല്ല, അവിടെ വലിയ മത്സരമാണ്. മറ്റൊന്ന് സൈത്ത് പറഞ്ഞ കെ രാധാകൃഷ്ണന്റെ മത്സരം, മന്ത്രിയുടെ മത്സരം, അത് പ്രധാനപ്പെട്ടതാണ്. കണ്ണൂരിൽ ജയരാജനെ അവർ ഇറക്കുന്നുണ്ട്. കാസർഗോഡ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ പോരാട്ടം. അങ്ങനെ സാധ്യതകളുള്ള മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ് ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ പോകുന്നത്. ഒരു പക്ഷേ ഇതിൽ സാഹചര്യങ്ങൾ മാറ്റമുണ്ടായേക്കാം. ഒരു കാര്യം കൂടി നമുക്ക് ഈ കണക്കിൽ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, BJP രണ്ടിടത്ത് ജയിക്കുകയാണെങ്കിൽ അതൊരു നാരോ എഡ്ജ് വിജയമായിരിക്കും. അതായത് കൃത്യമായ ത്രികോണ പോരാട്ടത്തിനിടയിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള 2 മണ്ഡലങ്ങളാവും വരുന്നത്. അവിടെ വലിയ ഭൂരിപക്ഷം സ്വാഭാവികമായും പ്രതീക്ഷിക്കേണ്ടതില്ല. വോട്ടിംഗ് ഷിഫ്റ്റുകൾ ഏതു തരത്തിലും നടക്കാനുള്ള സാധ്യത ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതാണ് ഇനി ഈ സർവേ ഫലത്തിന്റെ നൽകുന്ന ഒരു സൂചന കേരളത്തിന്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോഴും ഈ 14 സീറ്റുകൾ UDFന് പറയുന്നുണ്ട്. UDFന് 14 സീറ്റുകൾ പറയുന്നുണ്ട്. ആ 14 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതിനപ്പുറമുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഈ ത്രികോണ പോരാട്ടം നടക്കുന്ന 5 A ക്ലാസ് മണ്ഡലങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആ റിസൾട്ടാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ഈ പറഞ്ഞ നാരോ എഡ്ജിനൊക്കെയുള്ള വിജയ സാധ്യതകൾ. പക്ഷേ UDF വലിയ വിജയം പ്രതീക്ഷിക്കുന്ന നിരവധി മണ്ഡലങ്ങളുമുണ്ട് ഇക്കൂട്ടത്തിൽ, അല്ലേ? 14 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളിൽ UDF, അത് രസകരമായി നമ്മുടെ സർവേയിൽ രസകരമായ ചില ചിത്രം കൂടിയുണ്ട്. കാരണം കാസർഗോഡ് ഒരു ഇടതു മുന്നണിയുടെ കോട്ടയാണ്. കഴിഞ്ഞ തവണ അപ്രതീക്ഷിത വിജയം അവിടെ UDFനുണ്ടാവുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MP ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ നമ്മുടെ സർവേയിൽ കാണിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ജനപ്രീതി കൂടുതലാണ് എന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വിജയിച്ചു കയറുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന് അവിടെ ജനപ്രീതിയുണ്ട്. അദ്ദേഹത്തെ MP എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തി, 95% പേരാണ് അദ്ദേഹത്തിൽ സംതൃപ്തി രേഖപ്പെടുന്നത്. അത് അങ്ങനെയുള്ള രസകരമായ കണക്ക് കൂടി ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ടെന്നുള്ളതാണ്. K സുധാകരൻ MP എന്ന നിലയിൽ K സുധാകരൻ്റെ പെർഫോമൻസ് അങ്ങേറ്റം മോശം എന്നതാണ് നമ്മുടെ സർവേയിൽ വരുന്ന മറ്റൊരു ചിത്രം. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്. സിറ്റിംഗ് MPയുടെ പ്രകടനം മോശമെന്ന് വിലയിരുത്തുന്ന ഇടത്ത് തന്നെ ഒരു പക്ഷേ അവിടെ അല്ലെങ്കിൽ വീണ്ടും തുടർച്ചയുണ്ടാവാനുള്ള സാധ്യതയും അത് രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരുപക്ഷെ ആ MPയോടുള്ള എതിർപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് ആ കക്ഷിക്ക് അനുകൂലമായ വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങൾ ഇതിനെ സ്വാധീനിച്ചു.